ഇതുപോലെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിജയങ്ങളോ വളർച്ചയോ അതുമായി സംബന്ധിച്ച കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ടോ? പറയൂ, എന്തിനാണ് അങ്ങനെ ഒരു ഭയം? എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? ഹലോ ആൻഡ് വെൽക്കം ടു ചിന്താവിഷ്ടയായ അമോഘ. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വരാം. പണ്ട് ഒരു സുഹൃത്തുമായി നടത്തിയ ഒരു സംഭാഷണമാണ് മനസ്സിൽ കിടക്കുന്നത്. കരിയർ ഷിഫ്റ്റിനെ പറ്റിയായിരുന്നു കോൺവെർസേഷൻ. പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു ഐഡിയ ഉണ്ട്, ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. പുള്ളിക്കാരിക്ക് ബേക്കിങ്ങിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രൈമറി ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ഫുൾ ടൈം ബേക്കറായിട്ട് മാറണം എന്നൊക്കെ ഉള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ ആഗ്രഹം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ പുള്ളിക്കാരിക്ക് ബേക്കിങ്ങിനോടുള്ള ഇഷ്ടം ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ ടീമിന് വേണ്ടി പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴും ഒക്കെ നമ്മളിൽ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വൈ ഡോണ്ട് യു മേക്ക് ദിസ് എ ഫുൾ ടൈം ജോബ്. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണ് പുള്ളിക്കാരിക്ക് ബേക്കിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. വളരെ നല്ല ഡിസിഷനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ മനസ്സിൽ എന്തോ ഒരു കരട് കിടക്കുന്നതായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ, എന്താണ് പ്രശ്നം? പറഞ്ഞു, ഇല്ല, എൻ്റെ ലൈഫിലൊരു ഫ്രണ്ടുണ്ട്, ഒരു ബാല്യകാല സുഹൃത്ത്. പുള്ളിക്കാരിയോട് ഇതിനെപ്പറ്റി പറയാൻ ഒരു മടിയുണ്ട്. ആ ഫ്രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പുള്ളിക്കാരിക്ക്. ആൻഡ് ഈ ബേക്കിങ്ങിലേക്ക് നടത്തുന്ന ട്രാൻസിഷനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് IT ഫീൽഡിലിരിക്കുന്ന ആ പുള്ളിക്കാരി ബേക്കിങ്ങിലേക്ക് ഫുൾ ടൈം മാറുന്നു എന്ന ആ ഒരു വാർത്ത തൻ്റെ ബാല്യകാല സുഹൃത്തിനോട് പറയുന്ന കാര്യം ഓർക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഭയം. എന്തിനാണ് അങ്ങനെ ഒരു ഭയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അവൾക്കതൊരിക്കലും മനസ്സിലാവില്ല. എന്നെ അങ്ങനെ ഒരു വ്യക്തിയായിട്ടല്ല അവൾ ഇത്രയും നാൾ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ്. ഞങ്ങൾ ഒരേ സ്ട്രീമിൽ ജോലിക്ക് കയറിയ ആളുകളാണ്. ഞാൻ സ്ട്രീം മാറി പുതിയൊരു സ്ട്രീമിലേക്ക് പോകുന്നത് പറയുമ്പോൾ അവൾ ഒരുപാട് ഇമോഷണലി ഹേർട്ടാവും, അവൾ എന്നെ ജഡ്ജ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഭയങ്ങളെ പറ്റിയൊക്കെയാണ് പുള്ളിക്കാരി സംസാരിച്ചത്. ഞാൻ ഒരുപാട് അതിശയിച്ചു. ഞാൻ ചോദിച്ചു, തൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത്രയും തൻ്റെ ലൈഫിൽ വലിയൊരു ഡിസിഷൻ താൻ എടുക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്ത ഒരാളാണോ സുഹൃത്തെന്ന് പറയുന്ന ഈ വ്യക്തി? അപ്പോൾ പുള്ളിക്കാരിയുടെ മനസ്സിൽ പിന്നെയും ജസ്റ്റിഫിക്കേഷൻസ് ആണ്. ഇല്ല, അങ്ങനെയൊന്നും അല്ല, അവളൊരു ബാഡ് പേഴ്സൺ ഒന്നും അല്ല, പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ചാബല്യങ്ങളുണ്ട്, ജഡ്ജ് ചെയ്ത് കളയും. പിന്നെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവരുടെ ആ ഒരു ബന്ധത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കൊച്ചു കൊച്ചു ദുരനുഭവങ്ങൾ, റൂഡായിട്ടുള്ള റിമാർക്സ്, പുള്ളിക്കാരി പോലും അറിയാതെ പുള്ളിക്കാരിയെ ഗിൽറ്റ് ട്രിപ്സിൽ കൊണ്ടുപോകൽ, അങ്ങനെ ഒരുപാട് പരിപാടികളും പ്രോഗ്രാംസും ഇത് കേട്ടപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് തോന്നി, ഇതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പായിട്ടാണല്ലോ ഈശ്വര എനിക്ക് തോന്നുന്നത്. ഇവള് ബാല്യകാല ഫ്രണ്ടെന്ന് പറയുന്നു, പക്ഷേ ആ ഫ്രണ്ട് ചെയ്യുന്ന എല്ലാ കുഴപ്പം പിടിച്ച കാര്യങ്ങളെയും ഇവൾ ജസ്റ്റിഫൈ ചെയ്താണ് സംസാരിക്കുന്നത്. സ്വന്തമായിട്ടൊരു ലൈഫ് ഡിസിഷൻ എടുക്കുമ്പോൾ അത് അനൗൺസ് ചെയ്യാൻ പോലും, അതായത് നമ്മുടെ ലൈഫിൽ നല്ലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത് ആഘോഷിക്കുന്നത് നമ്മളുടെ ഒരു നിയർ ആൻഡ് ഡിയർ വൺസ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെയാണ്, ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ അവരോട് തന്നെ നമ്മളിത് പറയാൻ മടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു അപാകതയുള്ളതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആൾ ഫ്രണ്ടാണോ? ഹൗ ക്യാൻ യു ഈവൻ കോൾ ദം എ ഫ്രണ്ട്? പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, അവരുടെ ലൈഫ് ലോങ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മുറിവുകളും കൊച്ചു കൊച്ചു റൂഡ് പ്രശ്നങ്ങളും ജഡ്ജ്മെൻറ്റ്സും കൊണ്ട് നിറഞ്ഞ ഒരു കല്ലും മുള്ളുമുള്ള പാതയിലൂടെ വന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണത്രേ. എനിക്കിതൊക്കെ കേട്ടപ്പോൾ തോന്നിയത്, ഇതൊക്കെ എത്ര വിചിത്രമാണെന്നാണ്. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല ഒരു കാര്യം നമ്മുടെ ഫ്രണ്ടിൽ നിന്നും മറച്ചു വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അവർക്ക് വേദനിക്കാതിരിക്കാൻ. അതെന്തൊരവസ്ഥയാണ്? എനിക്കിപ്പോഴും അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ പറയൂ കമൻസിൽ, എനിക്ക് പറഞ്ഞു തരൂ. നമ്മുടെ സ്വപ്നങ്ങൾ പോലും മറച്ചു വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഇത് ഫ്രണ്ട്ഷിപ്പാണോ അതോ എന്തെങ്കിലും ഒരുതരം ഇമോഷണൽ ഹോസ്റ്റേജ് ക്രൈസിസ് ആണോ? ഇതുപോലെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിജയങ്ങളോ വളർച്ചയോ അതുമായി സംബന്ധിച്ച കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ടോ?
പറയൂ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് കഷ്ടകാലം മാത്രമല്ല, നല്ല കാലം കൂടെയാണ്. നമ്മളുടെ സങ്കടങ്ങളുള്ള സമയത്തും നമ്മുടെ പരാജയങ്ങളുള്ള സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വളരുമ്പോഴും, നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് വരുമ്പോഴും, നമ്മൾ വളരുമ്പോഴും അത് നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വളർച്ചയും നമ്മുടെ സക്സസ്സും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ മടിക്കുന്ന ആളുകൾ നമ്മുടെ വെൽവിഷേഴ്സ് ആണോ? അതെങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളാവും? എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ ചില ആളുകൾ നമ്മുടെ ദുഃഖങ്ങൾ സഹിക്കും, പക്ഷെ നമ്മുടെ വളർച്ച സഹിക്കില്ല. നമ്മുടെ പരാജയം സഹിക്കും, പക്ഷെ നമ്മുടെ വിജയം സഹിക്കില്ല. ഇത് ശരിക്കും അപകടം പിടിച്ചൊരു കാര്യമല്ലേ? ഇതെപ്പോഴും അസൂയയുടെ രൂപത്തിൽ വരണം എന്നൊന്നുമില്ല. ഇത് കെയർ ആയിട്ട് വരും, കൺസേൺ ആയിട്ട് വരും, അഡ്വൈസ് ആയിട്ട് വരും, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇത് വരും. പക്ഷെ ഫലം ഒന്നായിരിക്കും. മറ്റുള്ള ആർക്കോ വേണ്ടി നമ്മൾ സ്വയം ചെറുതാവാൻ തുടങ്ങും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളൊരു കൂട്ടിലിട്ട് അടച്ച് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പിന്നിലേക്ക് വലിക്കും. അത് വല്ലാത്തൊരവസ്ഥ തന്നെ. ജീവിതത്തിലെ പല അൺഹെൽതി ബന്ധങ്ങളും വരുന്നതൊരു വലിയ സംഭവമായിട്ടല്ല, ഒരു ബിഗ് കോക്കനട്ട് വന്ന് നമ്മുടെ തലയിൽ വീഴുന്നത് പോലെയല്ല അത് വന്ന് വീഴുന്നത്. കൊച്ചു കൊച്ചു സംഭവങ്ങളായിട്ടായിരിക്കും അത് വരിക. മനസമാധാനവും ഉറക്കവും ആത്മവിശ്വാസവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത് പോലെയുള്ള ബന്ധങ്ങൾ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എല്ലാ വിമർശനങ്ങളും നെഗറ്റീവ് അല്ല. ചിലപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന നല്ല സുഹൃത്തുക്കൾ കാണും. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പക്ഷെ അങ്ങനെയുള്ള നല്ല റിമാർക്സും റെക്കമെൻഡേഷനും ചെന്നെത്തുന്നത് ഒരിക്കലും ഒരു ഭയത്തിൻ്റെ സ്ഥലത്തേക്കോ നമ്മളെ ചെറുതാക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കോ ഒന്നുമായിരിക്കില്ല. നമ്മൾ എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴോ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴോ അത് ചൂണ്ടിക്കാണിക്കുന്ന ഫ്രണ്ട്സ് നമ്മുടെ വളർച്ച മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവിടെ ഉദ്ദേശം വേറെയാണ്. അവർ ഭയത്തിൽ നിന്നോ അസൂയയിൽ നിന്നോ സ്വാർത്ഥതയിൽ നിന്നോ ഒന്നും ആയിരിക്കില്ല പറയുന്നത്. ശരിക്കും നമ്മളൊരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതാവാം, നമ്മൾ ആ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ചേർത്ത് പിടിക്കണം, വിടരുത്. അവരെ നമുക്ക് വേണം. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒരു പക്ഷെ നമ്മുടെ വളർച്ചയെ ചോദ്യം ചെയ്തേക്കാം, പക്ഷെ അവർ നമ്മുടെ വളർച്ചയെ ഭയക്കില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെക്കാളും സന്തോഷിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഭാഗ്യമല്ലേ അത്? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയൂ കമൻസിൽ. ഒരളവ് വരെ കമ്മ്യൂണിറ്റി പ്രധാനമാണ്, ബന്ധങ്ങൾ പ്രധാനമാണ്, ഫ്രണ്ട്ഷിപ്സ് പ്രധാനമാണ്. പക്ഷേ അതിന് ഒരു ലിമിറ്റുണ്ട്. നമ്മളുടെ സമാധാനത്തിനെയോ നമ്മുടെ വളർച്ചയെയോ നമ്മുടെ സ്വാതന്ത്ര്യത്തെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം നമ്മൾ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ സമാധാനത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇടയ്ക്കിടയ്ക്കൊരു റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഓഡിറ്റിംഗ് നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് പോലെ തന്നെ പ്രധാനമാണ്. ഹെൽത്ത് ചെക്കപ്പൊക്കെ പോലെ ബന്ധങ്ങൾക്കും വേണം ഒരു ചെക്കപ്പ്. കാരണം ചില ബന്ധങ്ങൾ നമ്മളെ വളർത്തും, ചിലത് നമ്മളെ ക്ഷീണിപ്പിക്കും. ചില ബന്ധങ്ങൾ നമുക്ക് പ്രചോദനം തരും, ചില ബന്ധങ്ങൾ നമ്മളെ പതിയെ പതിയെ തകർക്കും. അതൊരു വലിയ സംഭവത്തിലൂടെ ആകണമെന്നൊന്നുമില്ല. കൊച്ചു 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 ആക്രമണങ്ങളിലൂടെ, കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ, ചെറിയ ചെറിയ മുറിവുകളിലൂടെ, ഇതുപോലെ തന്നെ സ്വന്തം ഭാഗത്തേക്കും ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നമ്മളൊന്ന് തിരിച്ചു വെക്കണം. നമ്മളൊരു നല്ല സുഹൃത്താണോ എന്ന ഒരു ഓഡിറ്റിങ്ങും നമ്മൾ നടത്തണം അല്ലേ? അഡൽട്ട്ഹുഡിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളിലൊന്നും ഇതായിരിക്കും. ചിലപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും, അവരെയോ അതോ നമ്മളെയോ. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും ധൈര്യം വേണ്ടുന്ന തീരുമാനങ്ങളിലൊന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്നതിലായിരിക്കും. സെൽഫ് റെസ്പെക്റ്റ് സ്വാർത്ഥതയല്ല, ബൗണ്ടറീസ് ക്രൂരതയല്ല, മെൻ്റൽ പീസ് ഒരു ലക്ഷറി അല്ല, അതൊരാവശ്യമാണ്. അപ്പം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഓഡിറ്റ് ചെയ്യേണ്ടതായ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൊന്നും പറയണ്ട കേട്ടോ, നിങ്ങൾ ആക്ഷൻ അങ്ങ് എടുത്താൽ മതി. എല്ലാം നല്ലതിന്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ബന്ധങ്ങളിലൂടെയും ഫ്രണ്ട്ഷിപ്സിലൂടെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.